ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പാൽക്കപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ 1 കിലോ വെയിറ്റ് വരുന്ന 2 കപ്പയാണ്. അപ്പോൾ 1 കിലോ ആണ് ഇതുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കപ്പ ഈ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിൽ വേവിക്കണമെന്നില്ല, നേരിട്ട് വെള്ളത്തിൽ അടുപ്പിൽ സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. കപ്പ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കപ്പയുടെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച കപ്പ പ്രഷറൊക്കെ പോയിട്ട് തുറന്നിട്ട് ഞാനിതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ കപ്പ നമുക്ക് വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പാൽക്കപ്പയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാല്, അതായത് ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുള്ള 2 കപ്പ് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് എടുക്കാം നമ്മളുടെ എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ചതച്ചെടുത്തിട്ടുള്ള ഈ കൂട്ട് നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ കപ്പ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് വരണം. എന്നിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ ഒരുവിധം വറ്റി വരണം. ആ സമയത്താണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ കപ്പ ഒന്നുകൂടി ഒന്ന് വെന്ത് ഒന്നുകൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ അത്രയും സമയം നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വറ്റി വരട്ടെ. അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കപ്പയിലുള്ള വെള്ളമൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം കപ്പയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതല്ല ഇതിൻ്റെ കൂടെ വല്ല മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.